السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, മഹത്തുക്കളെ, സദസ്സിലുള്ള രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വികാര വായ്പോടുകൂടി മാത്രമേ എനിക്ക് നിങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളൂ. 3 വർഷം മുമ്പ് വരെ ഈ സ്ഥാപനത്തിലെ ഒരു അധ്യാപകനായിരുന്നു ഞാൻ. നാട്ടിൻ്റെ ഏതാണ്ടടുത്ത് സൗകര്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ഇവിടെ ഇന്ന് സനത് വാങ്ങുന്ന കുട്ടികൾ, ഞാനവരെ കുട്ടികൾ എന്ന് വിളിക്കുന്നത് ഞാൻ പഠിപ്പിച്ച ആളുകളായതുകൊണ്ടാണ്. നമ്മളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ നേർക്കുനേറുള്ള സന്താനങ്ങളാണെങ്കിൽ, മറ്റൊന്ന് നമ്മൾ അറിവ് പകർന്ന് വളർത്തിയെടുക്കുന്ന കുട്ടികളാണ്. അവരെത്ര മുതിർന്നാലും നമ്മളുടെ കുട്ടികളുടെ സ്ഥാനത്താണ് അവരുണ്ടാവുക. ഏതാണ്ട് 50 വർഷക്കാലമായി ഞാൻ ഈ രംഗത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അഭിമാനപൂർവം പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എൻ്റെ വിദ്യാർത്ഥികൾ, ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ, അവർ ഇസ്ലാമിൻ്റെ പാതയിൽ മഹത്തായിട്ടുള്ള സേവനങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ നിന്ന് പോയിട്ടുള്ള ആദ്യത്തെ ബാച്ച് അവിടെ മുഹമ്മദ് അബ്ദുൽ ഖാദിർ സാഹിബിൻ്റെ 2 മക്കൾ ഹംദാനും ജവാദും, അവരുടെ തന്നെ ബന്ധുക്കളിൽപ്പെട്ട സാജിദ്, അവരാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. അവരിൽ ഹംദാൻ ഈജിപ്ത് അൽ-അസ്ഹറിലേക്കും ജവാദും സാജിദും മദീനയിലേക്കുമാണ് ഉപരിപഠനത്തിന് വേണ്ടി പോയത്. ഇന്ന് അവർ അള്ളാഹുവിൻ്റെ തൗഫീഖോടു കൂടി വലിയ സ്ഥാനങ്ങൾ, വൈജ്ഞാനിക മേഖലയിൽ വലിയ സ്ഥാനങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരാണ്. അതിനുശേഷം ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളവരും ഇതുപോലെ തന്നെ അസ്ഹറിലും മദീനയിലും ഒക്കെ പോയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഈ കുട്ടികൾക്കും തുടർന്ന് ഉപരിപഠനം അത് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഖുർആനിൻ്റെ അക്ഷരങ്ങൾ ഏറ്റുവാങ്ങി അതിൻ്റെ ആശയ തലത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ഇത്തരം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരസ്പര വൈരവും അധിക്ഷേപങ്ങളുമായി പാർട്ടി പക്ഷപാതിത്വത്തോടു കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ മധ്യത്തിൽ തീർച്ചയായും ഇവർക്ക് ചില ഉന്നതമായിട്ടുള്ള ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് നമ്മളുടെ സമൂഹത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ സംഘടനയും പാർട്ടിയും ഇല്ലാത്ത ആളുകൾ ഇതിവിടെ ആരും ഉണ്ടാവില്ല. മിക്കവാറും എല്ലാവർക്കും തന്നെ ഏതോ നിലക്കുള്ള സംഘടനാ ബന്ധങ്ങളുണ്ടാവാം. പക്ഷെ സംഘടന എന്നത് അത് നമ്മളുടെ പ്രവർത്തനത്തിനുള്ള ഒരു മാർഗം
എന്നതിൽ കവിഞ്ഞ് സംഘടന തന്നെയാണ് സർവം എന്നിടത്ത് എത്തുമ്പോഴാണ് അത് അപകടകരമായി തീരുന്നത്. ഞാൻ സാധാരണ ഇത്തരം വേദികളിൽ പറയുന്നൊരു സംഗതിയുണ്ട്. സംഘടനാ പ്രധാനം ഇസ്ലാമാണോ അതോ ഇസ്ലാം പ്രധാന സംഘടനയാണോ വേണ്ടത്? സംഘടന പ്രധാന ഇസ്ലാമാകുമ്പോൾ സംഭവിക്കാം ഇസ്ലാമിനേക്കാൾ സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതേസരം ഇസ്ലാം പ്രധാന സംഘടനയാകുമ്പോൾ അവിടെ സംഘടന രണ്ടാം സ്ഥാനത്തും ഇസ്ലാം ഒന്നാം സ്ഥാനത്തും ഉണ്ടാവും. ലോകത്ത് കഴിഞ്ഞ കാലങ്ങളിലായാലും വർത്തമാനകാലത്തായാലും ഭാവിയിലായാലും ഈ സംഘടനകൾക്ക് നിലനിൽക്കണമെങ്കിൽ ഇസ്ലാം അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ സംഘടനകൾക്കൊന്നും ഒരു നിലനിൽപ്പുണ്ടാവില്ല. ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് ഗ്രൂപ്പുകൾ, സമസ്ത ഗ്രൂപ്പുകൾ, തബ്ലീഗ്, ജമിയത്തുൽ ഉലമ ഹിന്ദ്, അങ്ങനെ ഏത് സംഘടന എടുത്താലും ഈ സംഘടനകൾക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇസ്ലാം അനിവാര്യമാണ്. ഇസ്ലാമിന് നിലനിൽക്കാൻ സംഘടനകൾ വേണമോ എന്ന് ചോദിച്ചാൽ അനിവാര്യമല്ല എന്നാണ് ഞാൻ പറയാം. കാരണം ഈ സംഘടനകളൊന്നും ഇല്ലാത്തപ്പോഴും ഇവിടെ ഇസ്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ സ്ഥാനം ഇസ്ലാമിനായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ സമൂഹത്തിലെ വിശേഷിച്ചും പണ്ഡിതന്മാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വലിയ സങ്കടം തോന്നിപ്പോവാറുണ്ട്. ഇപ്പോൾ ഗസ, ഇസ്രായേലിൻ്റെ ഗസ ആക്രമണ കാലത്ത് നമ്മളുടെ മീഡിയകളിൽ മാത്രമല്ല മിമ്പറുകളിൽ പോലും വളരെ ശക്തമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ചില മൗലവിമാർ അവരുടെ ഖുതുബ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഗസ ഇസ്രായേൽ അധീനപ്പെടുത്തിയാൽ പോലും അത് ഹമാസിന് കിട്ടാൻ പാടില്ല എന്നാണ്. ഇത് ഞാൻ വെറുതെ പറയണതല്ല. നമ്മളുടെ ചില മൗലവിമാരുടെ ഖുതുബകൾ ഇന്നും നമ്മൾക്ക് യൂട്യൂബിലൊക്കെ കരുതിയാൽ കിട്ടും. ഇത്ര മോശമായ രീതിയിൽ എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് സംഘടനാ പക്ഷപാതിത്വമാണെന്നുള്ളത്. അവർ പറയുന്ന കാരണം എന്തായിരുന്നു? ഗസയെ സഹായിക്കുന്നത് ഇറാനാണെന്ന്. ഇറാൻ ഷിയാക്കളുടേതാണ്. ഇവിടെ ഷിയാക്കൾ അടിസ്ഥാനപരമായി മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ അവർക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പോലും ഷിയാക്കളെ ഇസ്ലാമിൻ്റെ പുറത്ത് നിർത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ ലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ല എന്നാണ്. നമ്മളുടെ ശറഹുൽ അഖായിദ് തൊട്ട് ഏത് അഖീദൻ്റെ കിതാബ് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. അഹ്ലുൽ ഖിബ്ലയിൽ ആരെയും നമ്മൾ കാഫിറാക്കൂല. അപ്പോൾ കാഫിറാക്കൂലെങ്കിൽ പിന്നെ അവർ മുസ്ലിമാണെന്ന് വരും. മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണം എന്നുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതുമില്ല. പക്ഷേ ഖുർആന് ഇത്തരം ആളുകളെ സംബന്ധിച്ച് പറയുന്നൊരു സംഗതിയുണ്ട്. അലം തറ ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്ന വേദത്തിൻ്റെ ഒരു ഭാഗം നൽകപ്പെട്ട ആളുകൾ ഇവിടെ ആക്ഷേപിക്കുന്നത് യഹൂദ സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയുമാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് നമ്മൾക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഖുർആൻ പറഞ്ഞത് യഖൂലൂന ലില്ലദീന കഫറു ഹൗലായി അഹ്ദാ മിനല്ലദീന ആമനൂ സബീലാന. നിഷേധികളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞു കളയുന്നത് വിശ്വാസികളെക്കാൾ ഈ നിഷേധികളാണ് ഏറ്റവും സന്മാർഗചാരികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കളയുന്നതാണ്. അപ്പോൾ എത്ര ഗൗരവത്തിലാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോലും അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ച് ഇറാനെ എതിരിൽ യുദ്ധം ആരംഭിച്ചപ്പോഴും ചില ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഷീകളുടെ സംഘമാണ്, അവർ സഹാബിമാരെ അധിക്ഷേപിക്കുന്നു, അങ്ങനെ പറയുന്നു ഒക്കെ ഉണ്ടാവാം. സിറിയയിൽ മുസ്ലിമിൻ്റെ സുന്നികളെ കൊന്നൊടുക്കുന്നതിൽ അവർ അസദിൻ്റെ കൂടെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ശരിയാണ്. ഇറാൻ ഒരുപാട് അനീതിയും അക്രമവും ഒക്കെ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇപ്പോൾ ഈ യുദ്ധം ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും അക്രമികളുടെ പക്ഷത്താണോ എന്ന് ചോദിച്ചാൽ അത് ലോകഗതി മനസ്സിലാക്കുന്ന, ലോക സംഭവങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചും പറയാൻ പറ്റില്ല ഇവിടെ അമേരിക്കയും ഇസ്രായേലും നീതിയുടെ പക്ഷത്താണ് എന്നുള്ളത്. തീർത്തും അനീതിയുടെ പക്ഷത്താണ് ഉണ്ടായിരുന്നത്. ഖുർആൻ മുമ്പോട്ട് പോക്കുന്നത് നീതിശാസ്ത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് സൂറത്ത് നിസായിലും സൂറത്ത് മാഇദയിലും ഖുർആൻ പറയുന്ന ഒരു സംഗതിയുണ്ട്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, കൂനു ശുഹദാ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, രണ്ട് പ്രയോഗമാണ്. എന്നിട്ട് പറയുന്നത് വലൗ അലാ അൻഫുസിക്കും വബിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങൾക്കെതിരിലോ നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കെതിരിലോ ആണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്തുണ്ടാവണം. അപ്പോൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു വിഭാഗത്തെ സംബന്ധിച്ച്, ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇവിടെ രണ്ടാലൊന്ന് അവർ തീരുമാനിക്കേണ്ടി വരുന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും പക്ഷപാതിത്വം ഉണ്ട് ഇസ്ലാമിന്. നിഷ്പക്ഷം എന്ന് പറയുന്ന ആ ഒരു പക്ഷം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലില്ല. ഇസ്ലാമിന് തീർച്ചയായിട്ടും പക്ഷമുണ്ട്. ആ പക്ഷം എന്ന് പറയുന്നത് നീതിയുടെ, സത്യത്തിൻ്റെ പക്ഷമാണ്. ആ നീതിയുടെ, സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ നമ്മൾക്ക് മുസ്ലിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനിപ്പോൾ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ജൂതരായിരുന്നാലും മതമുള്ളവരായാലും ഇല്ലാത്തവരായാലും മുസ്ലിങ്ങളിലെ അവാന്തര വിഭാഗങ്ങളായാലും ആരായിരുന്നാലും ശരി, ആരുമാവട്ടെ, ആരോടും നീതിപൂർവമല്ലാത്ത ഒരു സമീപനവും ഒരിക്കലും ഒരു മുസ്ലിമിന് വ്യക്തിക്കോ സംഘടനക്കോ സമൂഹത്തിനോ കൈയാളാനാവുകയില്ല. ഈ ഒരു തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മളുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവർ ഖുർആൻ പഠിക്കുമ്പോൾ ഈ ഒരു തത്വത്തിൽ നിന്ന്, അടിസ്ഥാനത്തിൽ നിന്ന് വേണം അവരെ മുമ്പോട്ട് നയിക്കാനുള്ള. പ്രസിദ്ധ മുസ്ലിം സമൂഹത്തിൻ്റെ ഈ വെപ്പലക്കലും അകൽച്ചയും ശൈഥില്യവും ഇത് നോക്കിക്കൊണ്ടാണ് പ്രസിദ്ധ കവി ഷൗക്കി പാടിയിട്ടുണ്ട്. ഇലാമൽ ഖുൽഫു ബൈനകുമു ഇലാമ വഹാദിൽ ലജ്ജത്തുൽ കുബ്റ അലാമ. നിങ്ങൾ തമ്മിലുള്ള ഈ ഖുൽഫ്, ഈ അകൽച്ച അല്ലെങ്കിൽ ഭിന്നത, ഇത് ഏതുവരെയാണ് നിലനിൽക്കുക? ഇലാമൽ ഖുൽഫു ബൈനകുമു ഇലാമ വഹാദിൽ ലജ്ജത്തുൽ കുബ്റ അലാമ. ഈ വലിയ കോലാഹലങ്ങൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. അല്ലാമ ഇഖ്ബാലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിത ഉണ്ട്, ഷക്വ ജവാബെ ഷക്വ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹറമെ പാക്ക് ഭി അല്ലാ ഭി ഖുർആൻ ഭി ഏക്. വിശുദ്ധ ഹറം, അള്ളാഹു, ഖുർആൻ എല്ലാം ഒന്നാണ്. ഒരു ഹറമേ മുസ്ലിങ്ങൾക്കുള്ളൂ, ഒരു അള്ളാഹുവേ ഉള്ളൂ, ഒരു ഖുർആനേ ഉള്ളൂ എന്ന് മാത്രമല്ല, കുച്ച് ബഡി ബാത്തി ഹോത്തെ ജോ മുസൽമാൻ ഭി ഏക്. വലിയ ഒരു കാര്യം പറയാനുള്ളത് മുസ്ലിങ്ങൾ ഒന്നാണ് എന്നുള്ളതാണ്. ഈ മുസ്ലിങ്ങൾ ഒന്നാണ് എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമേ മുസ്ലിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ബാക്കി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർത്തിട്ട് മുസ്ലിങ്ങൾ ഒന്നാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോവാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മളുടെ കുട്ടികളെയും ശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിൽ ഈ കുട്ടികളെ വളർത്തപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ ഒരു കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ സമൂഹത്തിന് പ്രചോദനവും ഉത്തേജനവും നൽകാവുന്ന വിധത്തിൽ സമൂഹത്തെ നേർമാർഗത്തിലൂടെ നയിക്കാൻ പാകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉത്തമമായിട്ടുള്ള കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോവാൻ അല്ലാഹു അവരെ സഹായിക്കുമാറാവട്ടെ. ഈ സ്ഥാപനം അത്തരത്തിലുള്ള ഒരു സ്ഥാപനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നിലനിർത്തുമാറാവട്ടെ. ഇതിൻ്റെ മുന്നണി പോരാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു വേണ്ടി സർവസ്വവും ത്യജിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് അബ്ദുൽ ഖാദിർ സാഹിബിന് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം നിലനിൽക്കുവാൻ അദ്ദേഹം കണ്ടുവച്ചിട്ടുള്ള പദ്ധതി അത് പൂർത്തീകരിച്ചുകൊണ്ട് ഭാവിയിൽ
ഈ സ്ഥാപനം ഉത്തരോത്തരം വളർന്ന് വികസിക്കാവുന്ന ഒരു പരുവത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും അതിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും അദ്ദേഹം വളർത്തിയെടുക്കുന്ന ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ നമ്മൾക്കൊക്കെ തന്നെയും കാണാനും കുളിർക്കാനും നേടിയെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.